ചേലക്കര അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പിൽ കുത്താമ്പുള്ളി GUP സ്കൂളിൽ സുന്ദർ രാജ് എന്ന വ്യക്തി 139, 140 ബൂത്തുകളിലായി വ്യത്യസ്ത സമയങ്ങളിലായി കള്ളവോട്ട് ചെയ്തു എന്നതാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനമൊട്ടാകെ തെരഞ്ഞെടുപ്പിൽ CPMന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് വ്യാപകമാക്കി. ഇതിന്റെ ഭാഗമായാണ് കുത്താമ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിലും കള്ളവോട്ട് നടത്തിയത് എന്ന് INTUC തിരുവല്ലോമല മണ്ഡലം പ്രസിഡന്റ് K. വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് നടന്ന ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുത്താമ്പുള്ളി GUP സ്കൂളിൽ 138, 139, 40 എന്നീ 3 ബൂത്തുകളായി തരംതിരിച്ചിട്ടുള്ള ഈ കുത്താമ്പുള്ളി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CITUവിൻ്റെ ചുമട്ടുതൊഴിൽ യൂണിയനിലായ സുന്ദർ രാജ് എന്ന് പറയുന്ന മുരുകേശൻ്റെ മോനായ സുന്ദർ രാജ് കൃത്രിമമായി 2 വോട്ടുകളാണ് ഈ സ്കൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 139 ബൂത്തിൽ 722 നമ്പറായും ഉച്ചയ്ക്ക് മുന്നേ, അതിനുശേഷം അവസാന നിമിഷം 5:58 ഉദ്യോഗസ്ഥന്മാരെയും പ്രവർത്തകരെയും അപരിച്ചുകൊണ്ട് 140 ബൂത്തിൽ 747 നമ്പറായി ഒരു വാടകക്കെട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടുമായി 2 വോട്ടാണ് രേഖപ്പെട്ടത്. ഇത്തരത്തിലുള്ള ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും കബളിപ്പിക്കുന്ന CIT യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരു CPM പ്രവർത്തകൻ ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഇത് തന്നെയല്ലേ സംസ്ഥാന ഒട്ടാകെയായി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ജയിക്കാൻ വേണ്ടി ഇവർ മുൻകാലങ്ങളിലും ഇപ്പോഴും ആവർത്തിച്ചു വരുന്നൊരു പ്രവണതയാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും അത് ഉത്തരവാദപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ 2 കള്ളവോട്ട് നടന്നുവെങ്കിൽ ഇതേ പറയുന്ന ആളുടെ നേരെ ഞാൻ ഉന്നയിക്കുന്നു. ഞാൻ ഈ പ്രദേശത്ത് പറക്കോട്ടുപാടം 2ാം വാർഡിൽ മത്സരിച്ച ഒരു കാൻഡിഡേറ്റാണ്. എനിക്കും സംശയിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ സുന്ദരരാജും അച്ഛനുമായി ഒരു തർക്കം നടക്കുന്ന സമയത്ത് ഇവർ അന്നും 2 വോട്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്നു. 2 വോട്ട് തോറ്റൊരു കാൻഡിഡേറ്റ് എന്ന് നോക്കി സംശയമുണ്ട്. ഇത് ഏതറ്റം വരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്ക് നിങ്ങൾ പോകും, അത് ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനെ ഏത് അറ്റം വരെ പോയാലും ഇതിനുള്ള നിയമ നടപടി കിട്ടുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലോമല 2ാം വാർഡിൽ നിന്നും മത്സരിച്ച വ്യക്തി കൂടിയാണ് വിജയൻ. തിരുവല്ലോമല BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. ജയപ്രകാശ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം അജിത് ചീരാത്ത് എന്നിവരും സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ച കണ്ട് കൊണ്ട് പ്രതിപക്ഷ ജനാധിപത്യ പാവപ്പെട്ടവരുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തൊട്ടതെല്ലാം വില കൂട്ടിയുള്ള ഈ സർക്കാരിന്റെ ആളുകൾ ഇന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി. ഇന്ന് ആർക്കാണ് ഈ ഇടതുപക്ഷം 10 ഭരിച്ചിട്ട് കൊണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിൽ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു യൂണിയൻകാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു 140 ബൂത്തിൽ 749 രാവിലെ 139 700 വൈകിട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ എച്ചിൽ തിന്നുന്ന ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടിട്ട് എന്ത് തിരിച്ചറിയക്കാണോ കാര്യങ്ങളോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവർ പരിശോധിക്കണം. എന്ത് വില കൊടുത്താലും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം തടസ്സപ്പെടുത്താൻ വേണ്ടി ഇതേപോലെ ഈ ചേലക്കര നിയോജക മണ്ഡലത്തില് തിരുവല്ലോമല പഞ്ചായത്തില് 139, 140 ബൂത്തില് ഇങ്ങനെ ചെയ്തു വെച്ചാൽ എത്ര ബൂത്തിൽ ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് സ്വാധീനമുള്ള എല്ലാ ബൂത്തിലും അവർ ചെയ്തിട്ടുണ്ട്. അട്ടിമറിയിലൂടെ ജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഉള്ളത്. ആ ഒരു വ്യാമോഹം അത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരുവല്ലോമല ജനങ്ങൾ തിരിച്ചറിഞ്ഞാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടിയത്. തിരുവല്ലോമല പഞ്ചായത്തില് ഇവിടെ BJP ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ജനങ്ങൾ ഇവരുടെ തെറ്റും കുറ്റങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഭരണം കിട്ടിയത്. അതുകൊണ്ട് ഇതിനെതിരെ കർശനമായ നടപടി ഇവരെടുത്തില്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് ഹൈക്കോടതിയിലോ എവിടെയാ പോകേണ്ട ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. കേരളത്തിൽ നിരവധി കള്ളത്തങ്ങളും വൃത്തികേടുകളും കാണിച്ച LDF സർക്കാരിൻ്റെ ഏറ്റവും കുൽസിതമായ ശ്രമങ്ങളിലൊന്നാണ് ഇന്ന് ചേലക്കര നിയോജക മണ്ഡലത്തിലെ കുളമ്പള്ളിയിലെ 139, 140 ബൂത്തുകളിലെ ഒരേ വ്യക്തി തന്നെ 2 ബൂത്തുകളിലും വോട്ട് ചെയ്യുകയും ചെയ്തത്. ശ്രീ KM സുന്ദർ രാജ് എന്ന വ്യക്തി 140 ബൂത്തിൽ 747 നമ്പറായി രാവിലെയും
139 ബൂത്തിൽ 722 നമ്പറായി വൈകിട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് ഇതുപോലെ കൃത്രിമമായി കാർഡുകൾ നിർമ്മിക്കാൻ, തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കാൻ കഴിയുന്നു. അത് ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ മുതലെടുത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതെല്ലാം ബൂത്തുകളിൽ ഇതുപോലെ ഒന്നിലധികം വോട്ടുകൾ ഇവരുടെ അണികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകം പരിശോധിക്കുകയും ഇതിനുവേണ്ട നിയമാവലികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. CCV ന്യൂസ് തിരുവല്ലോമല. ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.